യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷന്റെ സമരത്തിനിടെ തൃശൂർ കളക്ടറേറ്റിൽ സംഘർഷം. ലേബർ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞതോടെയാണ് സംഘർഷമുണ്ടായത്. ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുകയാണ് വിവരങ്ങൾ നൽകാൻ. ശ്രീജിത്ത്, നിലവിൽ എന്താണ് സാഹചര്യം? ഇപ്പോഴും സംഘർഷാവസ്ഥ തുടരുകയാണോ? സംഘർഷാവസ്ഥയ്ക്ക് അയവ് വന്നിട്ടുണ്ട്. ജില്ലാ ലേബർ ഓഫീസിലേക്ക് പൂർണ്ണമായി കളക്ടറേറ്റിനകത്തേക്ക് തള്ളിക്കയറുന്ന ഒരു സാഹചര്യമായിരുന്നു. സാധാരണ ഒരു സമരം ഇങ്ങനെയല്ല. പ്രവർത്തകരെല്ലാവരും പൂർണ്ണമായി ഈ കളക്ടറേറ്റിനകത്തേക്ക് ഏതാണ്ട് 100 കണക്കിന് പ്രവർത്തകരുണ്ടായിരുന്നു. യുഎൻഎയുടെ പ്രവർത്തകരുണ്ടായിരുന്നു. വിവിധ ആശുപത്രികളിൽ നിന്ന് വന്ന ആളുകളായിരുന്നു. അവർ ഈ കളക്ടറേറ്റിനകത്തേക്ക് തള്ളിക്കയറി. നാമമാത്രമായ പോലീസുകാർ മാത്രമായിരുന്നു ആ സമയത്തുണ്ടായിരുന്നത്. പ്രവർത്തകരെ ചിലരെ പോലീസ് അടിച്ചുവെന്നും പറയുന്നുണ്ട്. എന്തായാലും പൂർണ്ണമായി യുഎൻഎയുടെ നേതാക്കളുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ ഇവിടേക്ക് തള്ളിക്കയറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. തുടർന്ന് ലേബർ ഓഫീസറുമായി ചർച്ച ചെയ്യാം വിഷയമെന്ന ഇതിൽ മാത്രമാണ് ആ സമരം താൽക്കാലികമായി അവർ അവസാനിപ്പിക്കുന്നത്. അവർ നേതാക്കൾ നമ്മോട് തുടരുന്നുണ്ട്. എന്താണ് നിങ്ങളുടെ തീരുമാനം? എന്താണ് ഇപ്പോൾ ഞങ്ങളുടെ തീരുമാനം? നാളത്തെ ലേബർ മിനിസ്റ്ററും ലേബർ കമ്മീഷണറുമായിട്ടുള്ള ചർച്ചയിൽ ഇവിടുന്ന് DLO പങ്കെടുക്കുമെന്നുള്ള ഉറപ്പും അതിലും തിരുവനന്തപുരത്ത് ഉണ്ട്. തീർച്ചയായിട്ടും ഇത് 3 മാസമായിട്ട് ഈ 2 ആശുപത്രികളിൽ സമരം നടക്കുകയാണ്. ഇതിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ നിരവധി പരാതികൾ ലേബർ ഓഫീസിൽ കൊടുക്കുകയുണ്ടായി. പക്ഷേ ഇതിന് നമ്മൾ ചോദിച്ച് ചെല്ലുമ്പോൾ അവർ പുച്ഛഭാവത്തോടെ നമ്മൾ സമീപിക്കുന്ന ഒരു നിലപാടുണ്ടാവുക. നമ്മൾ പുച്ഛിച്ചിരിക്കുക, ഒരു റിപ്ലൈ ഇല്ല, എന്ത് നടപടി എടുത്തു എന്ന് ചോദിച്ചാൽ പറയുന്നില്ല, കൊടുത്ത പരാതികൾക്ക് റിപ്ലൈ ഇല്ല. ഈ ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ കഴിഞ്ഞതിന് മുമ്പിൽ ആഴ്ച ഇവിടെ സംസാരിക്കേണ്ടായി. അപ്പോഴും ഈ സെയിം നിലപാട് തന്നെ. അതിനെ തുടർന്നാണ് ഇത്തരത്തിലുള്ള പ്രക്ഷോഭം ഇങ്ങോട്ട് നടത്തേണ്ടി വന്നത്. അകത്തേക്ക് തള്ളി കയറുന്ന സമയത്ത് പോലീസുകാർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പുറത്തു നിന്ന് പ്രക്ഷോഭം നടത്തി. ഞങ്ങൾ 3 പേരെ കാണാൻ സമ്മതിച്ചു. ഞങ്ങൾ 3 പേര് വന്ന് ഈ വിഷയം സംസാരിച്ചു. കൊടുത്ത പരാതി റിപ്ലൈ വേണമെന്ന് പറഞ്ഞു. പക്ഷെ അപ്പോഴും ഈ നിസ്സംഗഭാവം തുടർന്നുകൊണ്ട് നമ്മളെ പുച്ഛിക്കുന്ന രീതിക്ക് ഇരിക്കുന്ന സാഹചര്യം ഉണ്ടായി. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഞങ്ങൾ ഉപരോധം. സാധാരണ ഒരു സമരമൊന്നും ഇങ്ങനെ അകത്തേക്ക് കളക്ടറേറ്റിനകത്തേക്ക് വരാറില്ല. അത് പോലീസുകാരുടെ ഒരു കുറവുണ്ടായിരുന്നോ? സ്വാഭാവികമായിട്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ 3 മാസം കഴിഞ്ഞ് സമരം നടക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അതിക്രമിച്ച് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള രീതിയിലോട്ട് സമരങ്ങളെ കൺവേർട്ട് ചെയ്താലേ ഇതിന് ശ്രദ്ധ കിട്ടുള്ളൂ, അധികാരികൾ ഇതിനെ കാണുകയുള്ളൂ എന്നുണ്ടെങ്കിൽ ഞങ്ങൾ അത്തരം സമരങ്ങളിലേക്ക് കടക്കാൻ തയ്യാറാണ്. ഞങ്ങൾ ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്ന സമാധാനത്തിൻ്റെതായിട്ടുള്ള ഈ പറഞ്ഞ ഗാന്ധിയൻ സമരമാർഗ്ഗങ്ങൾ ഞങ്ങൾ വെടിയാൻ പോവുകയാണ്. തീർച്ചയായും അതാണ് പറയുന്നത്. സാധാരണ കളക്ടറേറ്റിനകത്തേക്ക് ഇങ്ങനെ വലിയ തോതിൽ പ്രക്ഷോഭകാരികൾ അല്ലെങ്കിൽ സമരക്കാർ ഇങ്ങനെ കയറുന്ന ഒരു സാഹചര്യമൊന്നും ഇല്ല. പക്ഷേ യുഎൻഎയുടെ നഴ്സുമാർ അവരുടെ ആദ്യഘട്ട ചർച്ച പരാജയപ്പെട്ടതോടുകൂടി മുഴുവൻ പ്രവർത്തകരും അകത്തേക്ക് കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ നാമമാത്രമായ പോലീസുകാർ മാത്രമായിരുന്നു ഈ കളക്ടറേറ്റിനകത്ത് ഉണ്ടായിരുന്നത്. എന്തായാലും സമരം ഇപ്പോൾ താൽക്കാലികമായി അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇവിടുത്തെ ലേബർ ഓഫീസർ അവിടുത്തെ ചർച്ചയിൽ തിരുവനന്തപുരത്ത് നാളെ നടക്കുന്ന മന്ത്രിതല ചർച്ചയിൽ പങ്കെടുക്കാമെന്നും കൃത്യമായി നഴ്സുമാർക്ക് അനുകൂലമായി അല്ലെങ്കിൽ ഇവിടുത്തെ സാഹചര്യം വിശദീകരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് നൽകാമെന്നും പറഞ്ഞിട്ടുണ്ട്. 2 ആശുപത്രികൾ, അത് ജൂബിലി മിഷൻ ആശുപത്രിയും അമല ആശുപത്രിയും, ഈ 2 ആശുപത്രികൾ മാത്രമാണ് ഇപ്പോഴും ഈ വേതന വർധന കരാറിൽ നഴ്സുമാരുമായി ഒപ്പിടാത്തത്. എന്തായാലും ആ വിഷയത്തിൽ ആളുകളായി തുടരുന്ന സമരമാണ്. ചില ആശുപത്രികൾ അവരുടെ ആവശ്യങ്ങൾക്ക് വഴങ്ങുകയും ചെയ്തിരുന്നു. ഇന്നിപ്പോൾ ഉണ്ടായി ഈ മാർച്ച് അത് കളക്ടറേറ്റിലേക്ക് ഈ നിലയിലേക്ക് തള്ളിക്കയറുകയും വലിയൊരു സംഘർഷാവസ്ഥയിലേക്ക് പോകുകയും ഒക്കെ ചെയ്തതിന്റെ കാരണം എന്താണ് ശ്രീജിത്ത്? അവർ നാളുകളായി സമാധാനപൂർവ്വമായി സമരം തുടരുന്നവരാണ്. ആവശ്യങ്ങൾ ഇതുവരെ അംഗീകരിക്കപ്പെടുന്നില്ല എന്നുള്ള വികാരമാണോ അവരെ ഈ ഒരു നിലയിലേക്ക് എത്തിച്ചത്? തീർച്ചയായും 3 മാസമായി നമ്മളും ആ സമരം ഇടയ്ക്കിടെ റിപ്പോർട്ട് ചെയ്യാറുള്ളതാണ്. അമല ആശുപത്രിക്കും അതുപോലെ തന്നെ തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിക്കും മുൻപിലാണ് ഇത്തരത്തിൽ സമരം നഴ്സുമാർ യുഎൻഎയുടെ നേതൃത്വത്തിൽ നടത്തുന്നത്. എന്തായാലും നഴ്സുമാർ ഈ സമരം നടത്തി നിരവധി തവണ ചർച്ചയ്ക്ക് വിളിക്കും. സമാനമായ സാഹചര്യത്തിൽ ജൂബിലി മിഷൻ ആശുപത്രി മാനേജ്മെന്റും അമല ആശുപത്രി മാനേജ്മെന്റും അവർക്ക് തങ്ങളുടെ നിലപാടിൽ മാറ്റമില്ല എന്ന് പറഞ്ഞ് മടക്കി അയക്കും. ഇത് തന്നെയാണ് നഴ്സുമാർ വീണ്ടും രാവിലെ മുതൽ വൈകുന്നേരം വരെ അവർ നിരാഹാര സമരം, ഉപവാസ സമരം ഒക്കെ ആ മേഖലയിൽ നടത്തും. അപ്പോൾ ഗാന്ധിയൻ സമരം നടത്തിയിട്ട് ഇനി കാര്യമില്ല, അതൊരു മറ്റു തരത്തിലേക്ക് ഒരു ശക്തമായ ഒരു പ്രക്ഷോഭത്തിലേക്ക് മാറ്റണമെന്ന തീരുമാനത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് യുഎൻഎ നേതാക്കൾ ഇന്ന് ഒരു വലിയ പ്രക്ഷോഭവുമായി ലേബർ ഓഫീസിലേക്ക് വന്നത്. പക്ഷേ പോലീസ് ഇത്ര കണ്ട് പ്രതീക്ഷിച്ചിരുന്നില്ല. ഇത്ര 100 കണക്കിന് പ്രവർത്തകരെ കണ്ട കൂടുതൽ പോലീസുകാരെ അവിടെ നിന്ന് ഇങ്ങോട്ട് എത്തിക്കുമ്പോഴേക്കും പ്രവർത്തകർ പൂർണ്ണമായി, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, കളക്ടറേറ്റിനകത്തേക്കൊന്നും ഒരു കാരണവശാലും കടക്കാൻ സമ്മതിക്കാറില്ല. ബാരിക്കേഡ് വെച്ച് തടയാറാണ് പതിവ്. പക്ഷേ പോലീസ് എത്തുന്നതിന് മുൻപ് തന്നെ ഒരു ഗറില്ല മുറ എന്ന് വേണമെങ്കിൽ പറയാം, കൂടുതൽ പ്രവർത്തകർ ഇവിടേക്ക് വന്ന് യുഎൻഎയുടെ പ്രവർത്തകർ ഇവിടേക്ക് വന്ന് അകത്തേക്ക് തള്ളിക്കയറുന്ന ഒരു സാഹചര്യം. യുഎൻഎയുടെ സംസ്ഥാന പ്രസിഡന്റ് അടക്കം ഉള്ള നേതാക്കളാണ് ഈ ഒരു സമരത്തിന് നേതൃത്വം നൽകിയത്. എന്തായാലും ആ സമരത്തിൽ താൽക്കാലികമായി ഭരണകൂടത്തിന് മുട്ടുമടക്കേണ്ടി വന്നിരിക്കുന്നു എന്നാണ് നമുക്ക് നിസ്സംശയം പറയാനുള്ളത്. അതായത് BLO നാളെ നടക്കുന്ന ചർച്ചയിൽ പങ്കെടുക്കും. ഈ വിഷയത്തിൽ മന്ത്രിതലത്തിൽ എടുക്കുന്ന തീരുമാനത്തിൽ BLOയുടെ റിപ്പോർട്ട്, ഇവിടുത്തെ ജില്ലാ ലേബർ ഓഫീസറുടെ റിപ്പോർട്ട് നിർണായകമാകും. ആ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും താൽക്കാലികമായി സമരം യുഎൻഎ അവസാനിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ നാളെ നടക്കുന്ന മന്ത്രിതല ചർച്ചയിൽ തീരുമാനമായില്ലെങ്കിൽ ആശുപത്രികൾ, ഈ 2 ആശുപത്രികളുടെയും പ്രവർത്തനം സ്തംഭിപ്പിച്ചുകൊണ്ട് വലിയ പ്രക്ഷോഭത്തിലേക്ക്, വീണ്ടും ഒരു നഴ്സ് സമരം എന്ന തരത്തിലേക്ക് മാറ്റുമെന്നാണ് ഈ ഒരു ഘട്ടത്തിൽ യുഎൻഎ നേതാക്കൾ അറിയിക്കുന്നത്. ആസിദ.
ശരി, ശ്രീജിത്ത് പറഞ്ഞതുപോലെ തൃശൂർ കളക്ടറേറ്റിലേക്ക് സാധാരണ നിലയിൽ ഉണ്ടാകാത്ത നിലയിലുള്ള ഒരു സമരത്തിനാണ് ഇന്ന് കളക്ടറേറ്റ് സാക്ഷ്യം വഹിച്ചത്. ഈ UNAയുടെ പ്രവർത്തകർ അവിടെ തള്ളിക്കയറുകയായിരുന്നു, പ്രതിഷേധവുമായി എത്തി. പിന്നീട് അവിടെ സംഘർഷമൊക്കെ രൂപപ്പെടുന്ന സാഹചര്യവും ഉണ്ടായി. അവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ഇനിയും കൂടുതൽ ശക്തമായ സമരത്തിലേക്ക് പോകും എന്നുള്ളത് കൂടിയാണ് അവരുടെ മുന്നറിയിപ്പ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.